2 മേനക. അവിടെ ഇരി. എന്താ സുബ്രഹ്മണ്യ, അറിയോ? അത് അന്ന് അങ്ങനെ പറ്റിപ്പോയി. എങ്ങനെ? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല. എന്നിട്ട് നിനക്കിപ്പോ ജോബ് റെഡിയായോ? നമ്മുടെ അന്നത്തെ ജോബ് തന്നെ കിട്ടി. ഓ ഗ്രേറ്റ്. അന്ന് ഇയാള് ഗ്രീൻ ഡ്രസ് ആയിരുന്നില്ലേ ഇട്ടിരുന്നത്? അതുകൊണ്ടാ എൻ്റെ അമ്മ പറയാറുണ്ട്. എന്റെ ഡ്രസ്സിന്റെ കളർ വരെ നല്ല ഓർമ്മയാണല്ലോ. അതിന് നമ്മൾ കണ്ടിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ. 4 മാസവും 5 ദിവസവും 4 മണിക്കൂറും ആയിട്ടുള്ളൂ. അന്ന് കണ്ടപ്പോ ഇത്ര ബ്രില്യൻ്റാന്ന് വിചാരിച്ചില്ല. എന്നിട്ട് തനിക്കെന്താ ജോലി കിട്ടാഞ്ഞ്? അതിന് ഇത്രയും നാള് എൻ്റെ ജോലിയൊക്കെ അവനല്ലേ ചെയ്തിരുന്നു. ആര്? മൊബൈല്. ഞാൻ കല്ലൂര് ഇറങ്ങാനാ. നീ മേനേക്കാണോ? അതെ, കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അച്ചു, നമ്പർ തരാമോ? അല്ല, പറഞ്ഞാ മതി. 9847566669. ഓ, നല്ല ഓർമ്മയുള്ള പോലെ. 9847566669. എന്താ നിനക്കൊരു മൂഡൗട്ട്? നിന്റെ മണി പോയാ? നാളെ ഷാരോന്റെ ബർത്ത്ഡേ ആടാ. എല്ലാ ബർത്ത്ഡേയുടെയും തലേന്ന് രാത്രി 12 മണിക്ക് മുമ്പ് ഞാൻ അവളെ വിളിക്കാറുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാ ഒരു SMS പോലും ഇല്ലാതെ. അയ്യോടാ പാവം. അല്ല, നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ല. അവളെപ്പോഴും വിളിച്ച് ശല്യം ചെയ്യണമെന്നല്ല നിന്റെ പരാതി. ഇപ്പൊ നീ രക്ഷപ്പെട്ടില്ല അളിയാ. അല്ല പോലെ. അതെ, നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. പിന്നെ കായലോട്ടും നോക്കി സെഞ്ചി അടിച്ചിരിക്കാൻ ഇവനാര്? പരീക്കുട്ടിയാ? എടാ, നിനക്ക് അവളൊന്ന് വിളിച്ചൂടെ? ട്രൈ ചെയ്തേടാ. ഞാനാന്നറിഞ്ഞപ്പോ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടല്ലോ. നമുക്കൊരു കേക്ക് വാങ്ങിട്ട് ഇവിടെ ആഘോഷിച്ചാലോ? ആ, അത് വേണ്ട. അല്ലെങ്കിൽ നീ റൊമാൻറ്റിക് ആയിട്ടൊരു ലെറ്റർ എഴുത്. നമ്മൾ അവളുടെ വീടിന്റെ അതിലെ പോകുന്ന ഏതെങ്കിലും ഒരു ലോറിക്കാരൻ ഡ്രൈവറാ കൂടെ ഏൽപ്പിച്ചു. വാ പോ. എങ്ങോട്ടാടാ? എനിക്ക് അവളെ കാണണം. എടാ, അവളുടെ അപ്പനൊരു എക്സ് മിലിറ്ററി ആണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയാളുടെ കയ്യിൽ എങ്ങനെയാലും ഒരു ഇരട്ടക്കുഴ തോക്കുണ്ടാവും, ഉറപ്പാണ്. നീ വരണ്ട. അല്ലെങ്കിൽ ഞാനും വരാം. ഇതല്ലേ വീട്. ഇവന് ഇത് തന്നെ തൊഴില. അവൻ പോണില്ല. മതിരിയാടി പോയ പോരെ. എടാ, അതിന്റെ കാര്യം എന്താണ്? ഇവനെന്താ ഈ കാണിക്കണത്? ഗേറ്റ് തുറന്നു പോണ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. എടാ, ഇങ്ങനെ നേരെ കയറി ചെന്നാ പണി കിട്ടും. പിന്നെ നമ്മൾ രാത്രിയോടെ പണിക്കൊന്നുമല്ലേ. നീ ഇതെങ്ങോട്ടാ പോണേ? സൗണ്ട് ഉണ്ടാക്കില്ല. നീ അവിടെ നിന്ന് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ബെല്ലടിക്കരുത്. നിങ്ങൾ ഷാരോന്റെ ഫ്രണ്ട്സ് അങ്കിൾ. ഷാരോൺ, പുറത്ത് നിൽക്കണ്ട, അകത്തേക്ക് വരൂ. ഇരിക്ക്. ഇറങ്ങിയിരിക്കണം. മോളെ ഷാരോൺ, എന്തെങ്കിലും മിണ്ടാ. അങ്കിൾ ആർമിയിലായിരുന്നല്ലേ? അതെ. എന്റെ അങ്കിളും ആർമിയിലായിരുന്നു, ചെറിയാൻ അങ്കിൾ. ഓ, ഹലോ. ഹായ്.
ശരി എങ്കിൽ അങ്കിൾ ഞാനും ഷാരോൺ തമ്മിൽ അടുപ്പത്തിലായിട്ട് 6 വർഷമായി. അവളുടെ കെയറിങ്, പൊസസീവ്നെസ് എല്ലാം ഒരു ഭാരമായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഇൻഡിഫറൻ്റായി പെരുമാറി. ഇറ്റ്സ് ഓൾ ഓവർ എന്ന് പറഞ്ഞ അവൾ നടന്നു നീങ്ങിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ആ നഷ്ടപ്പെടൽ ഒരു വിങ്ങലായി എന്നെ ടോർമെന്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് ഇവിടെ എനിക്ക് ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഷാരോൺ, വിത്തൗട്ട് യു I'm nothing. ഇതാണ് നിനക്ക് തരാനുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. So, Sanjay, to the next part. Why did you resign? Sir, because I am not using mobile phone. It's quite absurd. How can you survive in this fast and ferocious world? You cannot survive without this. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാത്രമല്ല, എത്രയോ വൈഡർ ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. ഹൗ ക്യാൻ യു ബിൽഡ് എ കരിയർ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. I don't believe in these foolish things. Sir, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. ഇറ്റ്സ് എ കേഴ്സ് മോർ ദാൻ എ ബൂൺ. ഐ ഡീപ്ലി ബിലീവ് ഇൻ ക്രെഡിബിലിറ്റി, പങ്ക്ച്വാലിറ്റി ആൻഡ് പ്രിസിഷൻ. വിജയിക്കാനായി കുറുക്ക് വഴികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെയല്ലേ സാർ എല്ലാ വിജയങ്ങളുടെ അടിസ്ഥാനം. Hey man, you are not living in an isolated island. നിങ്ങൾക്ക് കുറെ കൂടി റീസണബിൾ ആയിക്കൂടെ? സാർ, എനിക്ക് വിജയം ഡിഫറൻ്റ് ആയിട്ട് നേടാനാണ് ഇഷ്ടം. ഐ ഹാവ് കം അക്രോസ് സച്ച് എക്സ്പീരിയൻസസ് during the past few months. If you have enough confidence, Yes sir, I have. If you give me a chance, ഞാനത് തെളിയിക്കാം സാർ. തീർന്നോ? ആ. നിന്റെ യെല്ലോ ടീഷർട്ട് ഞാൻ എടുത്തേ. എങ്ങനെയാ, ബസ്സോ ട്രെയിൻ? ഒന്നും തീരുമാനിച്ചില്ല, കിട്ടണേന്ന് പോവും. ഞാൻ അവനെ കൊണ്ടുവിടാം. കോഴിക്കോട് വരെ. ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് എടുത്തോ? നീ അവിടെ ചെന്നാൽ കൂടിക്കളയരുത്. ഇവിടേക്ക് ട്രൈ ചെയ്. ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാടാ. ഡാ മൂപ്പ, നീ അവിടെ വെച്ചിട്ടുള്ള കയ്യബദ്ധം പറ്റുകയാണെങ്കിലേ ഇവിടെ MG റോഡ് വരെ വരണമെന്നില്ല. അവിടെ മാവൂർ റോഡിൽ സ്ട്രൈക്ക് നടത്താം. പോടാ. വാട്ട് ഹാപ്പൻ മൈ ബേബി? നത്തിങ് യാ. ഇയാള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തിട്ടാ. അപ്പൊ ഇവർ രണ്ടുപേരോ? They are workaholics, you know. And you? Alcoholic. നീ എവിടെയെങ്കിലും കയറാൻ നോക്ക്. നിനക്കിവിടെ കുറെ അങ്കിൾമാരില്ലേ? ഏതെങ്കില്? ചെറിയ അങ്കിൾ. നീ മറന്നു പോയാ? എന്റെ ടൈമും വരും. അപ്പൊ എങ്ങനാ തിരിച്ച്? നെക്സ്റ്റ് വീക്ക് ആകുമ്പോ വരുവാടാ. അപ്പൊ എന്റെ ട്രീറ്റ്. യാ. റിംഗ് ടോണിന്റെ താളത്തിലല്ലാതെ താരാട്ട് പാട്ടിന്റെ ഈണത്തിൽ ഉപ്പായുടെ കുട്ടി വളരട്ടെ. ഷുവർ. കൺവേ മൈ റിഗാർഡ്സ്. താങ്ക്സ്.